പെരുന്നാൾ രാവിന്റെ മൈലാഞ്ചി ഓർമ്മകൾക്ക് ഭംഗി ഏറെയുണ്ട്. വീട്ടുമുറ്റത്തെ മൈലാഞ്ചി ചെടിയിൽ നിന്നും പറിച്ച് വട്ടത്തിൽ കയ്യിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന മൈലാഞ്ചിയിൽ നിന്നും മാറി ട്യൂബുകളും കോണുകളുമാണ് ഇന്നത്തെ താരം. കൈവെള്ളയിലെ പതിവ് പത്തിരിവട്ടത്തിന് ഭംഗി പോരെന്ന് തോന്നിയപ്പോഴാകണം ഈർക്കിലുപയോഗിച്ച് പൂവും ഇലയും ചെറിയ കുത്തുകളും കള്ളികളുമെല്ലാം വരച്ചു തുടങ്ങിയത്. ശ്രദ്ധ തെറ്റിയാൽ അത് കയ്യിൽ പടരും. കാലം കുറെ കഴിഞ്ഞപ്പോൾ പെരുന്നാൾ രാവിലെ സുപ്രധാന സന്തോഷമായ മൈലാഞ്ചിയിലും വന്നു മാറ്റങ്ങൾ. മൈദ മൈലാഞ്ചി, കോൺ മൈലാഞ്ചി, പഞ്ചസാര മൈലാഞ്ചി, യൂക്കാലിപ്സ് മൈലാഞ്ചി, അങ്ങനെ നീണ്ടുപോകുന്നു. പഴയ ഡിസൈൻസിലൊക്കെ ഒരുപാട് ഇപ്പോൾ പാറ്റേൺസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രൈഡൽ വർക്ക് ആണെങ്കിലും നമുക്ക് സെമി ഉണ്ട്, ഹെവി ബ്രൈഡലുണ്ട്, മെഗാ ബ്രൈഡലുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻസിലാണെങ്കിലും രാജസ്ഥാനി ഡിസൈൻസ്, ഫ്ലോറൽ ഡിസൈൻസ്, ഗൾഫ് ഡിസൈൻസ്, പിന്നെ നമുക്ക് ഗ്രിൽ ഡിസൈൻസ്, അങ്ങനെ ഓരോ ഡിസൈൻസിനും ഓരോ പേരുകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഭംഗികളും വ്യത്യാസമുണ്ട്. വീട്ടുമുറ്റത്ത് വട്ടമിട്ടിരുന്ന് മൈലാഞ്ചി ഇടുന്ന കുട്ടിപ്പട്ടാളങ്ങളെല്ലാം വളരെ ചുരുക്കം. ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്താൽ മൈലാഞ്ചി ഇടാൻ ആള് വീട്ടിലെത്തും. മെഹന്തി ഡിസൈനേഴ്സ് അതിന് കൃത്യമായ ഫീസും ഈടാക്കുന്നുണ്ട്. മണിക്കൂറിന് 1200 രൂപ മുതലാണ് ഫീസ്. പിന്നെ നമ്മൾ നെയ്ബേഴ്സും കസിൻസും എല്ലാവരും ചുറ്റും കൂടി ഇരുന്ന് ഒരു മെഹന്തിയൊക്കെ ഇടുന്ന ആ ഒരു ട്രഡീഷണൽ ആ ഒരു സ്റ്റൈലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെപ്പോലെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് മിക്ക വീടുകളും നമ്മളെപ്പോലെ ആളുകൾ വീടുകളിൽ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡിസൈനിലുമുണ്ട് വ്യത്യസ്തതകൾ. അറബിക്, മണ്ഡല, നെഗറ്റീവ്, ഗൾഫ്, ഫ്ലോറൽ ഡിസൈൻ, അങ്ങനെ പോകുന്നു ഡിസൈനുകളുടെ നീണ്ട നിര. സിമ്പിൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടത് മിനിമം 150 രൂപയാണ്. കൈ നിറയെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടുള്ള ഡിസൈനുകൾക്കാണ് പുതുതലമുറയ്ക്ക് ഏറെ താല്പര്യമെങ്കിൽ പോലും പഴയ തലമുറ ഇപ്പോഴും മൈലാഞ്ചിയില അരച്ചു തന്നെ കയ്യിലിട്ട് ചുവപ്പിക്കുന്നുമുണ്ട്. പെരുന്നാളിന് ഒരുങ്ങിക്കഴിഞ്ഞു മൈലാഞ്ചിയിട്ട്. ഞാനുമിട്ടു പുതുതലമുറയോടൊപ്പമുള്ള ഒരു ചെറിയ ഡിസൈനിലുള്ള മൈലാഞ്ചി. ടിബിൻ ടോമിനൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.